ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആക്കാൻ പോകുന്നത് നല്ലൊരു ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമുക്കൊന്ന് വറുത്തെടുക്കണം. അതൊരു ചെറിയ ചുവപ്പ് കളറാവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ചുവപ്പ് നിറമാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു 500 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂ നട്ടും കൂടെ വറുത്തെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ആ പാനിലേക്ക് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെറുപയർ പരിപ്പ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് വറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അത് വറുത്തതായതുകൊണ്ട് പിന്നീട് വറക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ടൊന്ന് നെയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടതൊന്ന് വെന്ത് കിട്ടണം. ആ സമയത്ത് നമുക്ക് ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം വറ്റിയിട്ടുണ്ട്. ചെറുപയർ പരിപ്പിലെ വെള്ളമെല്ലാം വറ്റി അതൊരു അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഞാനൊരു 3.5 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ 2ാം പാല് കിടന്നിട്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അത് അത്യാവശ്യം വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കണം. ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ചെറുപയർ പരിപ്പ് വറുത്തതിന് ശേഷം കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന ചെറുപയർ ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
ഇത് ഡയറക്റ്റ് ഇടുവാണെങ്കിൽ ചിലപ്പോൾ അത് കട്ടി പിടിച്ച് കിടക്കും. അതിനാണ് ഞാൻ കുറച്ച് പായസത്തിൻ്റെ ഒരു ബൗളിലേക്ക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് പായസം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കതിലേക്ക് 1.5 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. അതിൻ്റെ കളറൊക്കെ വേറൊരു കളറാവും. ഞാനൊരു 1.5 തേങ്ങയാണ് എടുത്തത്. അതിൽ നിന്ന് 3.5 കപ്പ് രണ്ടാം പാലും 1.5 കപ്പ് ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാം പാലും നല്ല കട്ടിയായിട്ട് എടുക്കേണ്ടതാണ്. നമുക്കതൊരു ബൗളിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന വിഷുവിന് ഇത് ഉണ്ടാക്കി നോക്കണം. ഞാനതൊരു ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണ്. ഇത് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഇതിൽ കുറവ് മധുരം വേണ്ടവർ അതിനനുസരിച്ച്, മധുരം അധികം വേണ്ടാത്തവർ അതിനനുസരിച്ച് ശർക്കര എടുത്താൽ മതിയാവും. ഇനി നല്ല മധുരത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശർക്കര നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.